ഹരി ഓം. ഓം നമോ നാരായണായ. ഇപ്പോൾ ഒരു പൂജാമുറിയെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഭവനം നിർമ്മിക്കുമ്പോൾ പ്രധാനമായ സ്ഥാനം പൂജാമുറിയാണ്. ഭഗവത് സാന്നിധ്യം ആ ഭവനത്തിൽ നിറഞ്ഞിരിക്കണം. എന്നാലേ നമ്മുടെ ജീവിതം സന്തോഷകരമാകൂ. ഭവനത്തിലെ ആത്മാവിനെ സൂചിപ്പിക്കുന്നതാണ്. ഭാഗവതം സ്കന്ധം 2 അധ്യായം 4 ശ്ലോകം 21 പറയുന്നു: ഭൂതേർ ബഹൽഭിര്യ ഇമാ പുരോ വിഭൂർ നിർമ്മായ ചേതേ യതിമൂഷ പുരുഷഃ ഭുക്തേ ഗുണാൻ ഷോഡശാത്മഹ സോലം കൃഷിഷു ഭഗവാൻ. മനുഷ്യ സൃഷ്ടിയെ ഭഗവാൻ എത്രത്തോളം അത്ഭുതകരമായി സൃഷ്ടിച്ചിരിക്കുകയും എല്ലാ ജീവിയേക്കാളും ഈ നിർമ്മിതം അത്ഭുതത്തിൽ അത്ഭുതവുമാണ് മനോഹരമായി വിവരിക്കുന്നു. എങ്ങും വ്യാപിച്ചിരിക്കുന്ന യാതൊരുവൻ, അതായത് ഭഗവാൻ, മഹാത്ഭുതങ്ങളെ കൊണ്ട് സകല ശരീരങ്ങളെയും പല പല രീതിയിൽ പല അത്ഭുതങ്ങളായി സൃഷ്ടിച്ച് 11 ഇന്ദ്രിയങ്ങളും 5 പഞ്ചഭൂതങ്ങളെയും അടക്കി ഈ ശരീരങ്ങളെ അതാത് വ്യാപാരങ്ങളിൽ പ്രവർത്തിപ്പിച്ച് വിരാടപുരുഷനായ പരബ്രഹ്മമൂർത്തി എല്ലാ ജീവികളും അന്തര്യാമി വസിച്ചുകൊണ്ട് ഈ മനുഷ്യ ശരീരം ഏത് രീതിയിൽ ചിന്തിച്ചാലും ഉത്തരം കിട്ടാത്ത ഭഗവാന്റെ കരവിരുതിൽ കോടാനുകൂടി പ്രണാമം ചെയ്താലും പോരാ. കാരണം മറ്റു ജീവിയേക്കാളും അധികം ഉന്നതമായ ചിന്താശക്തി, പ്രവർത്തനശക്തി, ബുദ്ധി, മനസ്സ് എന്നിവ മനുഷ്യനല്ലാതെ ഏത് ജീവിക്കുണ്ട്? മനുഷ്യജീവിതം തന്നെ നശ്വരമാണ്. കാലങ്ങൾ കടന്നു പോകുന്തോറും ആയുസ്സും കുറഞ്ഞു വരികയാൽ ഉള്ള നാളുകൾ ഭഗവത് അനുഗ്രഹത്തിനായി പൂജാകർമ്മങ്ങളും ഭഗവാന്റെ ലീലാവതാരങ്ങളായിരിക്കുന്ന മഹൽ ഗ്രന്ഥങ്ങളും പാരായണങ്ങളും ജപങ്ങളും ചെയ്ത് തുച്ഛകാലത്തിൽ എത്രത്തോളം പുണ്യങ്ങൾ ചേർക്കാൻ പറ്റുമോ അത്രത്തോളം പറ്റുന്ന ജീവിതത്തിലേക്ക് നമുക്ക് പ്രയോജനപ്പെടുന്നു. ഏതോ ധനത്തിൻ്റെ ഉന്നത കൊണ്ട് ഭവനം നിർമ്മിക്കുമ്പോൾ നമ്മുടെ ബെഡ്റൂമും മറ്റു മലവിസർജനങ്ങൾക്കും മറ്റുമായി സൗകര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള ഭഗവത് ഗുണം കിട്ടേണ്ട പൂജാമുറി ഏതോ കോടിലോ മുടക്കിലോ തേടേണ്ട രീതിയിലായിരിക്കുന്നു ഇന്നത്തെ കാലഘട്ടം. ഈ ശരീരത്തിൻ്റെ അഭിമാനം ആത്മാവാണ്. ആ ചൈതന്യം ഉണ്ടെങ്കിലേ ഈ ശരീരത്തിന് നിലനിൽപ്പും അഭിമാനമുള്ളൂ. നവദ്വാരങ്ങളായ ഈ ശരീരത്തിൽ ജീവാത്മായ പരമാത്മാവ് കുടികൊണ്ടിരിക്കുന്നത് ആലോചിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഭഗവാന്റെ മായ എന്നല്ലാതെ വേറെന്തു പറയാൻ പറ്റും? കാറ്റ് പോകുന്നത് വരെയുള്ളൂ ഈ ശരീരത്തിന് അഭിമാനവും ഗൗരവവും ഞാനെന്നുള്ള ഭാവനയും. വേറെ ഒന്നുമില്ല. ഭഗവാൻ കുടികൊണ്ട് എന്നും നമുക്ക് നന്മയുണ്ടാവണമെങ്കിൽ ആ ഗുരുവായൂരപ്പൻ കനിയണം. അവരെ സൽക്കർമ്മങ്ങളാൽ പ്രസാദിപ്പിക്കുകയെ തന്നെ ഒരേ വഴി. നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഭഗവത്ഗീതയിലല്ലാതെ പഞ്ചേന്ദ്രിയങ്ങളുടെ വഴികളിൽ സുഖഭോഗ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള നാളുകൾ മഹാദുഃഖത്തിലേക്കുള്ള മാർഗമാണ് ഉണ്ടാവുക. സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഈ ജീവിതം ഉണ്ടാവുമെന്ന് നാം ചിന്തിക്കാം. പക്ഷേ അങ്ങനെ ജനിച്ച് അതിനെ ശുശ്രൂഷിച്ച് ഒരുവിധം ആയ ശേഷം നാമധേയം, ചോറൂണ്, കർണവേദം, ഉപനയനം, വിദ്യ, വിവാഹം, ഉദ്യോഗം ഇങ്ങനെ തുടരുന്നു. ഇങ്ങനെ 16 കർമ്മങ്ങളാണ് പറയാതെ 16 വിധ കർമ്മങ്ങൾ ചെയ്ത് ഒരു മനുഷ്യനെ പരമായുസ് വരെ ഉണ്ടാവണമെങ്കിൽ ആരുടെ അനുഗ്രഹം കൊണ്ടാണ് ലഭിക്കുന്നതെന്ന് നാം ചിന്തിക്കണം. നമ്മുടെ ശക്തിയല്ല. എത്ര വലിയ മനുഷ്യരാണെങ്കിലും ഇത് തന്നെ. ഗീത അധ്യായം 2 ശ്ലോകം 18 പറയുന്നു: അന്തവന്ത ഇമേ ദേഹ നിത്യസൂക്ത ശരീരണ അനാശനോ പ്രമേയസ്യ തസ്മാദ്യുജ്യസ്വ ഭാരത. ഭഗവാൻ പറയുന്നു, നിത്യനും നാശമില്ലാത്തവനും അറിയപ്പെടാൻ കഴിയാത്ത ഈ ആത്മാവ് കുടികൊള്ളുന്ന ഈ ദേഹങ്ങൾ നാശമുള്ളവയാണെന്നറിയുക. ഈ ശരീരത്തിൽ നിത്യനാവാൻ ആ ഭഗവാന്റെ പാദസ്മരണം തന്നെ ഗതി. അല്ലാതെ നമ്മളാൽ എല്ലാം സാധിക്കുമെന്നുള്ള ചിന്ത അജ്ഞാനമാണ്. ഈ ശരീരം തന്നെ നമുക്ക് എന്ന് പറയാൻ അർഹതയില്ല. ആകയാൽ നമ്മുടെ ചിന്ത ഭഗവാനിൽ മാത്രമായിരിക്കണം. അത്യാധുനിക കാലഘട്ടത്തിൽ പൂജാസ്ഥാനം, നമസ്കാര ജപങ്ങളും സൽക്കർമ്മങ്ങളും കുറഞ്ഞു വരികയാണ്. എന്തുതന്നെ പരിഷ്കാരങ്ങൾ വളർന്നാലും മനുഷ്യന് ജനനം, മരണം, ജര, വാർദ്ധക്യം, രോഗം ഈ സ്ഥിരമായ ശരീരത്തിന് ഏതുകൊണ്ടും പിടുത്തവും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് കണ്ടുപിടുത്തവും ഒന്നും ചെയ്യാൻ പറ്റില്ല.
ഇതിൻ്റെയൊക്കെ നാഥൻ ലോകത്തെയും ഭൂതങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്ന ആ ഭഗവാന് സ്വന്തം. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് നമ്മുടെ ചലനങ്ങൾ. സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഭഗവാന്റെ പ്രിയത്തിന് നാം കാരണമാകുന്നു. അതുതന്നെ നമ്മുടെ മനുഷ്യജീവിതത്തിൽ വേണ്ടതും. അതിനാൽ ഏതു മാർഗങ്ങളും സ്വീകരിക്കേണ്ട രീതിയിൽ വയ്ക്കാതെ നമ്മൾ ദൈവിക സൽക്കർമ്മങ്ങൾ കൂടെ നമ്മുടെ ജീവിത നയം കൊണ്ടുപോകണം. ഷഡേ വധു ഗുണപുംസഹ ന കാതവ്യ കഥാചന. സത്യം, ദാനം, അനുഷ്ഠാനം, പൂജാജപങ്ങൾ, ക്ഷമ, ധൃതി, അനസൂയ. ഈ 6 വിധ കാര്യങ്ങളായ ചരിതങ്ങൾ ജീവിതത്തെയും ഉന്നതത്തെയും ആയുസ്സിനെയും വർദ്ധിപ്പിക്കുന്നതാണ്. കൂടാതെ ഭാഗവതം 29-ാം അധ്യായം സ്കന്ധം 3 ശ്ലോകം 34 പറയുന്നു: മനസ്സൈതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിധി. ഭഗവാൻ സർവഭൂതങ്ങളിലും ഉണ്ടെന്ന് ആത്മാവ് സർവഭൂതങ്ങളിലും ഉണ്ടെന്ന ബോധത്താൽ സകല ജീവരാശികളും ബഹുമാനാനുസരണം നമസ്കരിക്കണം. ഇതാണ് സാരമായ ഭക്തി. എൻ്റെയും മറ്റു ജീവൻ്റെയും ആത്മാവ് ഒന്നാണെന്നുള്ള ചിന്ത വേണം. അതുകൊണ്ട് നമ്മുടെ വേണ്ടാത്ത വിഷയങ്ങൾ ഉപേക്ഷിച്ച് ചിത്തത്തെ നിർമ്മലമാക്കി ആത്മാവിനെ അറിയാൻ ശ്രമിക്കുക. അഹം പറഞ്ഞാൽ പൊതുവെ ശരീരത്തെ ഞാൻ എന്ന് പറയുന്നു. എന്നാൽ ഞാൻ എന്ന് പറയാൻ അർഹനില്ല. ഈ ശരീരത്തിൻ്റെ അന്തർസ്ഥാനത്തുള്ള പരമാത്മാവായ ജീവാത്മാവാണ് ഞാൻ എന്ന് പറയുന്നത്. ഈ ശരീരകർമ്മം ഒടുങ്ങുമ്പോൾ മണ്ണിൽ പതിക്കുന്നു. ഞാൻ എന്നുള്ളത് മഹത്വമില്ല. ദ്രവ്യഞ്ച കർമ്മഞ്ച കാലശ്ച സ്വഭാവോ ജീവയേവജ തദനുഗ്രഹ സന്ധി ന സന്ധി യതുവിച്ഛ്യ. ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ, ഈ 5ഉം ഈശ്വരാനുഗ്രഹത്താൽ തന്നെ ഉണ്ടാവുകയുള്ളൂ. അത് ശരിയാണ്. ഈശ്വരാനുകൂല്യമില്ലെങ്കിൽ സ്വഭാവദോഷമാകുന്നു. പല ദുർപ്രവർത്തനങ്ങളിൽ ചിന്ത പോകുന്നു. ശാരീരികവും മാനസികവുമായ പല കഷ്ടങ്ങൾക്ക് അർഹനാവുകയും അങ്ങനെ പല ഉപദ്രവങ്ങൾ മൂലം ജീവിതം തന്നെ നഷ്ടപ്പെടുന്നു. ഈശ്വരൻ്റെ അനുഗ്രഹമായാൽ ജ്ഞാനവും മറ്റുള്ളതായ ഉയർന്ന ഗുണങ്ങളും ഉന്നത സ്ഥാനത്തിലേക്ക് ഭഗവാൻ നൽകുന്നു. എല്ലാം വൈകുണ്ഠവാസനായ ഗുരുവായൂരപ്പൻ്റെ സൃഷ്ടിയുടെ രഹസ്യം. ഈ ശരീരത്തെയും ഉള്ളിലുള്ള ആത്മാവിനെയും ഒരു പോറലുമില്ലാതെ എന്നുമെന്നും രക്ഷിച്ചു കൊണ്ടുപോകാൻ സൃഷ്ടിസ്ഥിതി സംഹാരകനും ഉത്തമ സമ്പത്തുകളെ നിലനിർത്തുന്നവനും ഷഡാക്ഷരി മന്ത്രങ്ങളെ ബോധിപ്പിക്കുന്നവനും 6 മനയുള്ള ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിതനും സകല തത്വങ്ങളിലും നിലകൊള്ളുന്നതും നാനാസങ്കല്പങ്ങളെ ജനിപ്പിക്കുന്നതും ദേവസങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നവനും പ്രപഞ്ചനാഥനുമായ ആ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നാം സാഷ്ടാംഗം നമസ്കരിക്കാം. ഭഗവാൻ കുതിരയ്ക്ക് കടിഞ്ഞാണിട്ട് പിടിച്ച പോലെ നമ്മെയും ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ഭഗവാൻ ഗീതയിൽ വിവരിക്കുന്നുണ്ട്. അധ്യായം 7 ശ്ലോകം 7: ഏതമത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. അല്ലയോ അർജുന, എന്നിൽ നിന്ന് അഥവാ എന്നേക്കാളും ശ്രേഷ്ഠമായി ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല. ഒരു ചരടിൽ കോർത്ത മണി പോലെ സർവചരാചരങ്ങളും ഭൂതാദികളും എന്നിൽ ബന്ധിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ വചനത്തിൽ സാധാരണ മനുഷ്യനായ എന്തു ചെയ്യാൻ സാധിക്കും? ഭഗവാൻ വിചാരിച്ചാൽ ചേതനമാക്കാനും അചേതനമാക്കാനും ഒരു മാത്രയിൽ സാധിക്കും. ആകയാൽ ഭഗവാന്റെ അധീനതയിലാണെന്നുള്ള പ്രജ്ഞ ഉണ്ടാവേണ്ടതാണ്. മനുഷ്യജീവിതത്തിൽ നാം വസിക്കുന്ന ഭവനത്തിൽ ആത്മാവിനെയും ശരീരത്തെയും സൂചിപ്പിക്കുന്ന സ്ഥാനമായാൽ ഒരു ഭവനം പറയുമ്പോൾ പൂജാമുറി പ്രത്യേകം അനിവാര്യമാകുന്നു. ഹൃദയം ക്ഷേത്രമെന്ന് പറയുന്നത് പോലെ ഭവനവും പൂജാമുറിയും ഉണ്ടായാൽ ക്ഷേത്രമെന്ന് ദൃഢപ്പെടുത്തുന്നു. ശരിയായ അനുഷ്ഠാനങ്ങളോടുകൂടിയും ഈ മനുഷ്യജീവിതം തുടർന്നു കൊണ്ടു പോകണമെങ്കിൽ ഭഗവാന്റെ കൃപയാലേ സാധിക്കുമെന്നുള്ള ചിന്തയും ഈ കാണുന്നതെല്ലാം നശ്വരങ്ങളാണെന്ന് ചിന്തിച്ച് ഈ ജീവിതം മോക്ഷപ്രാപ്തിയിലാക്കാം. നിത്യകർമ്മങ്ങളായ നാമജപങ്ങളും ആരാധനകളും പാരായണങ്ങളും ചെയ്ത് എന്നും ഭഗവത് ചിന്തകളും നമ്മുടെ ജീവിതത്തെ നിർമ്മലമാക്കേണ്ടാവുന്നു. ഈ പ്രപഞ്ചം ഉണ്ടായ മുതൽ സമ്പന്നന്മാരും രാജാക്കന്മാരും പ്രമാണിമാരും മഹാന്മാരും ഋഷികളും സന്യാസികളും മറ്റും കോടാനുകോടി ജീവങ്ങൾ മരണം എന്ന വസ്തുവിനെ അല്ലെങ്കിൽ ആ ധർമ്മത്തെ എതിരേൽക്കാനോ തടുക്കാനോ പറ്റാതെ അതിനെ അടിമപ്പെട്ടവരായി എത്രയോ മനുഷ്യർ പൊലിഞ്ഞിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കണം. സൃഷ്ടി ചെയ്ത ഭഗവാൻ തന്നെ എല്ലാറ്റിനും നാഥൻ. നമുക്കും ഈ ഒരു ജീവിതം കിട്ടിയത് അപൂർവമാണ്. ഈ ജന്മം ലഭിച്ചത് ഉപകാരമില്ലാതെ
കൊഴിഞ്ഞു പോകാതെ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാദസ്മരണയോടെയുള്ള ജീവിതം നയിച്ച് എന്തെന്നില്ലാത്ത ഭക്തിയെ പുഷ്പിക്കുന്ന ഒരു ഭവനമാക്കുകയും വിരാടപുരുഷനെ, കാലപുരുഷനെ, അജനും ആദിമധ്യാന്തമില്ലാത്തവനും ആയവനും എല്ലാം ഭഗവാന്റെ പ്രഭവസ്ഥാനമാണെന്നും എല്ലാം തന്നെ ഭഗവാന്റെ നിയന്ത്രണത്തിലാണെന്നും കൂടി മനസ്സിലാക്കി ആ ഗുരുവായൂരപ്പനുമായ ആ ഭഗവാനെ വീണ്ടും സ്മരിച്ചുകൊണ്ട് ഭക്തിപുഷ്പകാരങ്ങൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് നാം പാത്രമാകണമെന്നുള്ള എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ.